വിഷുദിനാഘോഷം സംഘടിപ്പിച്ചു. തഴവ മണപ്പള്ളി കണ്ണകി ശാന്തിതീരത്തിലാണ് വിഷുദിനാഘോഷം സംഘടിപ്പിച്ചത്. ജീവകാരുണ്യ പുരസ്കാരവും വിതരണം ചെയ്തു. തഴവ മണപ്പള്ളി കണ്ണകി ശാന്തിതീരത്തിലാണ് വിഷുദിനാഘോഷം സംഘടിപ്പിച്ചത്. അന്തേവാസികൾക്ക് കൈനീട്ടം നൽകിയാണ് വിഷുദിനാഘോഷം സംഘടിപ്പിച്ചത്. പുരസ്കാരദാനം, മാജിക് ഷോ, ഗാനമേള എന്നിവയും നടത്തി. പ്രതിഭ MLA പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. പെൺകുട്ടിയായി മകളെ വളർത്താനുള്ള തീരുമാനമെടുത്ത ദമ്പതികൾ കൂടിയാണ് തിരുമേനിയും പ്രിയപ്പെട്ട മാഡവും എന്ന് ഈ അവസരത്തിൽ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ബിഷപ്പ് പറഞ്ഞ അതിലെ ആ വരികളിൽ ആവർത്തിച്ച് പറയാം, ഈ മനുഷ്യരൊക്കെ പെരുമഴയത്ത് നനഞ്ഞു നിന്നവരാണ്, അല്ലെങ്കിൽ കൊടും ചൂടത്ത് ഒരു വെയിൽ നിന്ന് അതെല്ലാം അനുഭവിച്ചവരാണ്. നിങ്ങൾ എല്ലാം ഉണ്ടായിട്ടല്ല നിങ്ങളുടെ ആ ഇലയുടെ പകുതിയിലധികം ഭാഗം അവർക്ക് കൊടുത്തത്, അല്ലെ ആ കുടയുടെ പകുതിയിലധികം ഭാഗം അവർക്ക് കൊടുത്തത്. നിങ്ങൾക്ക് ഇല്ലെങ്കിലും, നിങ്ങൾ നനഞ്ഞാലും, നിങ്ങൾ ഒരു വെയിലത്ത് നിന്നാലും ഇവര് മഴ നനയരുത്, ഇവര് വെയിൽ കൊള്ളരുത്, അവരുടെ മുഖം വാടരുത് എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ്, സത്യസന്ധമായി ആഗ്രഹിച്ചിട്ടുള്ള സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിൻ്റെ. എന്തായാലും ആദ്യമായിട്ടാണ് വരുന്നെങ്കിലും എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യരെല്ലാവരും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇനിയും ഈ സ്ഥാപനത്തിൻ്റെ ഏതെങ്കിലും സമയത്തൊക്കെ വരാൻ കഴിയുമ്പോൾ തീർച്ചയായിട്ടും വരും. പ്രിയപ്പെട്ട ശ്രീ ബിജു പറഞ്ഞ പോലെ എന്നോട് സ്നേഹമുള്ള മനുഷ്യരൊക്കെ ഞാൻ അത്തരം ഉയർന്ന തലത്തിലെത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. സെന്റ് ഗ്രിഗോറിയോസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്ഥാപകൻ D. ജോർജിന് വിദ്യാജ്യോതി പുരസ്കാരം, റെജി S, D. സജി, ബാബി വിജയൻ എന്നിവർക്ക് മാധ്യമ പുരസ്കാരങ്ങളും മായ ഹരികുമാർ, ലൈജു എന്നിവർക്ക് ജീവകാരുണ്യ പുരസ്കാരവും MLA സമ്മാനിച്ചു. എന്തിനു വേണ്ടി 39 വർഷം തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാം ഗ്രാമപ്രദേശമാണ്. തഴവ അല്ലെങ്കിൽ കുലശേഖരപുരം, കടത്തൂർ ഈ പ്രദേശങ്ങളിൽ മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ, നമ്മുടെ രാഷ്ട്രപിതാവ് പറഞ്ഞതുപോലെ, ഗ്രാമസ്വരാജ്, ഗ്രാമത്തിലെ കുട്ടികളും പട്ടണത്തിലെ കുട്ടികളെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ആ രീതിയിലുള്ള ഒരു രീതിയിൽ നമ്മുടെ ചെറിയ കുട്ടികളെ പഠിപ്പിക്കാനുള്ളൊരു ബാധ്യത നമുക്കുണ്ട്. ആ ഒരു ഉത്തരവാദിത്വം കയറിക്കൊണ്ടാണ് ഞാൻ സ്ഥാപനം തുടങ്ങിയത്. അത് നിങ്ങളുടെ വിലപ്പെട്ട എൻ്റെ മാതാപിതാക്കളുടെയും സഹായ സഹകരണവും യുവജനങ്ങളുടെ സഹായ സഹകരണം കൊണ്ടുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ തന്നെ ഈ ശാന്തി ഭവൻ എന്ന് പറയുന്ന ഗോവാക്കാരുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളാണ്. തീർച്ചയായിട്ടും എൻ്റെ മുമ്പിലുള്ള നിങ്ങൾ അനാഥരല്ല, നിങ്ങൾ സനാഥരാണ്. ശാന്തിതീരം പ്രസിഡന്റ് അമ്പലപ്പുഴ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജയശ്രീ അമ്പാടി, ഭദ്രദാസ്, ഷാജഹാൻ രാജധാനി, മുനമ്പത്ത് ശിഹാബ്, SS ബിജു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തഴവ.